എന്നാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ അറേനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണ് ഒരു അറേ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അറേ മെത്തേഡ്സ് ആണ്. അതായത് അറേ വെച്ച് എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജാവയുടെ നമ്മുടെ ബേസിക് കോഡിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അറേ വെച്ച് നമ്മളിപ്പോൾ മിനിമം വാല്യൂ അതുപോലെ മാക്സിമം വാല്യൂ അതൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. അതിൽ കുറച്ച് നമ്മൾ ഫോർ ലൂപ്പ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പ്രീ ഡിഫൈൻഡ് അല്ലാത്ത നമ്മൾ തന്നെ മാനുവലി എഴുതിയ ഫോർ ലൂപ്പൊക്കെ എഴുതിയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പല മെത്തേഡ്സ് ഉണ്ട്. അതാണ് മെത്തേഡ്സ്, അറേ മെത്തേഡ്സ്. അതാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോ സ്ട്രിങ്ങിൽ പഠിച്ചിരുന്ന ലെങ്ത്തും എന്തിലുണ്ട്, ഈ പറഞ്ഞ അറേയിലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ ടൈപ്പ് എന്തുണ്ട്, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതൊന്നും കൂടി നോക്കുക, അറേ എന്താണ് കാര്യങ്ങളൊക്കെ അവിടെ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ARR.length എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ലെങ്ത്ത് കിട്ടും. അറേൻ്റെ ലെങ്ത്ത് എത്രയാണ്, അതായത് 1 2 3 ആണ്. അപ്പോൾ 3 എന്നുള്ള ലെങ്ത്ത് കിട്ടി. ഓക്കെ, ഇതൊരു മെത്തേഡാണ് ഈ ലെങ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി അതല്ലാത്ത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ അറേയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുഷ് ചെയ്യണം മീൻസ് ആഡ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അല്ലാത്ത രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു അറേയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഇവിടെ ARR ഓഫിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഫോൾസ് 3 ആണ്. അതായത് 0th പൊസിഷൻ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ 0th പൊസിഷനിൽ 3 ആണ്, 1th പൊസിഷനിൽ റാസിക് എന്നുള്ളതാണ്, 2nd പൊസിഷനിലാണ് ഫോൾസ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 3rd പൊസിഷനിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 എന്നുള്ള ഇൻറ്റീജറാണ് ആഡ് ചെയ്യുന്നതിന് ശേഷം അറേ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 10 എന്നുള്ളത് 3ാമത്തെ പൊസിഷനിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, മാനുവലി ആഡ് ചെയ്യണമെങ്കിൽ. പക്ഷേ അറേയിൽ, അതായത് ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് പുഷ് എന്നുള്ളത്. പുഷ് എന്ന് വെച്ചാൽ നമ്മുടെ അറേൻ്റെ ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്യാൻ ഒരു വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുഷാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാം, നിങ്ങൾ പോയിട്ട് ARR.push എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണോ കൊടുക്കേണ്ടത്, അതായത് ഏത് വാല്യൂ ആണോ പുഷ് ചെയ്യേണ്ടത്, ഏറ്റവും അറേൻ്റെ അവസാനം ഏതാണോ പുഷ് ചെയ്യേണ്ടത് ആ പുഷ് ചെയ്യേണ്ട വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് 10 ആണ് വേണ്ടതെങ്കിൽ 10 കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി നോക്കുകയാണെങ്കിൽ 10 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? ഞാനിപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തെങ്ങനെ .push എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇനി 10 അല്ല, നമുക്ക് ഒരു 30 ആണെന്നുണ്ടെങ്കിൽ 30 കൊടുക്കുക, സേവ് ചെയ്യുക, പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 30 എന്നുള്ളത് കാണാൻ പറ്റും. മനസ്സിലായോ? ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി 31 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 31 എന്നുള്ളത് ഒന്ന് സേവ് ചെയ്യുക, വീണ്ടും പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 30 31 എന്നുള്ളത്. ഇങ്ങനെ പുഷ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതല്ല, ഇനി ആദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. അതായത് അറേൻ്റെ ആദ്യം 3 ആണ്. 3 ഉള്ളത് നമുക്ക് കളഞ്ഞ് അവിടെ എന്ത് ചെയ്യണം, 3 ഉള്ളത് 3ൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു വാല്യൂ കൂടി ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോഴുള്ള വാല്യൂ എങ്ങനെ, 3 റാസിക് ഫോൾസ് പിന്നെയുള്ള 30 എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ 3ൻ്റെ മുമ്പ് ഒരു 1 എന്നുള്ളത്, അതായത് 1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ അത് 30 മാറ്റി 1 ആക്കുക. പുഷ് മാറ്റി എന്ത് ചെയ്യുക, അൺഷിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക മെത്തേഡ്. അൺഷിഫ്റ്റ് എന്ന് വെച്ചാൽ അറേൻ്റെ ആദ്യത്തിൽ പുഷ് ചെയ്യുന്ന, അതായത് ഇൻസേർട്ട് ചെയ്യുന്നത് തന്നെയാണ് അൺഷിഫ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ 1 3 റാസിക് ഫോൾസ്. കണ്ടോ, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, അറേൻ്റെ ആദ്യത്തിൽ 3 ആണുള്ളത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1 ആണുള്ളത്. കാരണം എന്താ, അൺഷിഫ്റ്റ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺഷിഫ്റ്റ് പുഷ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും വേറെ ഉണ്ട്, ഷിഫ്റ്റ് എന്നുള്ളൊരു കേസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഷിഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അറേൻ്റെ ആദ്യത്തിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ പോവുക. അറേയിലുള്ള ആദ്യത്തെ എലമെൻറ്റ്, ഇതൊക്കെ എലമെൻ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ 3 റാസിക് ഫോൾസ് ഇതൊക്കെ എലമെൻറ്റ്സ് ആണ്, ഓരോ എലമെൻറ്റ്സ് ആണ്. 0th പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ആണ് 3. അതുപോലെ 1th പൊസിഷനിലുള്ളതാണ് റാസിക്, 3rd പൊസിഷനിലുള്ളതാണ് ഫോൾസ് എന്നുള്ളത്. അപ്പോൾ അറേൻ്റെ ഫസ്റ്റിലുള്ള വാല്യൂ നമുക്ക് കളയുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റാണ് ഉപയോഗിക്കുക. array.shift എന്ന് വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 3 എന്നുള്ളത് ഇവിടെ കളഞ്ഞു. കണ്ടോ, 3 എന്നുള്ളത് ഇല്ലല്ലോ, റാസിക് ഫോൾസ് മാത്രമേ ഉള്ളൂ. 3 എന്നുള്ളത് എന്തായി,
ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റും, ആദ്യത്തിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അൺഷിഫ്റ്റും. ഇനി നമുക്ക് അവസാനം ഒരു വാല്യൂ നമുക്ക് കളയണം. അതിനെന്താ ഉപയോഗിക്കുക? അതിനാണ് പോപ്പ് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുക? 3 റാസിക്ക് ഉണ്ടാവും, ഫോൾസ് ഉണ്ടാവില്ല. അവസാനത്തെ അറേയുടെ അവസാനത്തെ വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 റാസിക്ക് എന്നുള്ള ഫോൾസ് എന്നുള്ള വാല്യൂ നമുക്ക് കാണില്ല. കാരണം എന്താ? പോപ്പ് എന്നുള്ളത് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറേൻ്റെ മെത്തേഡ്സ് ആണ്. അതിലൊന്ന് പറഞ്ഞത് ലെങ്ത്ത്, അതുപോലെ പുഷ്, പോപ്പ്, ഷിഫ്റ്റ്, അൺഷിഫ്റ്റ്. ഓക്കെ, ഒന്നും കൂടി ചുരുക്കി പറയാം. ലെങ്ത്ത് എന്ന് വെച്ചാൽ അറേൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി, പിന്നെ പുഷ് എന്ന് വെച്ചാൽ അറേൻ്റെ അവസാനത്തെ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുഷ്. പോപ്പ് എന്നുള്ളത് അറേൻ്റെ അവസാനത്തുള്ള എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ അവസാനത്തിൽ ആദ്യത്തെ എലമെൻറ്റ് റിമൂവ് ചെയ്യുക, അറേൻ്റെ ആദ്യത്തെ എലമെൻറ്റ് റിമൂവ് ചെയ്യാനും, അൺഷിഫ്റ്റ് ആഡ് ചെയ്യാനും കൂടിയാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇപ്പോൾ പോപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ കളഞ്ഞ് എനിക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ, ഈ അറയിലുള്ളത് 3 റാസിക് അതുപോലെ ഫോൾസ്. ഇനി നടുവിലൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാം. അതായത് എനിക്ക് സെക്കൻഡ് പൊസിഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സ്പ്ലൈസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോപ്പ് എന്നുള്ളത് കളഞ്ഞിട്ട് സ്പ്ലൈസ് എന്ന് കൊടുക്കുക. SPLICE എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഇവിടെ ആർഗ്യുമെൻ്റ് ഉണ്ട്. സ്പ്ലൈസിന് പാസ് ചെയ്യേണ്ട 4 ആർഗ്യുമെൻ്റാണ് എന്തിൻ്റെ ഈ പറഞ്ഞ സ്പ്ലൈസിനുള്ളത്. 3 ആർഗ്യുമെൻറ്റ്. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സ് വാല്യൂ കൊടുക്കാൻ. ഏത് ഇൻഡെക്സിലാണ് നമ്മൾ പ്ലേസ്ഡ് ചെയ്യേണ്ടത്, അതായത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 3 കഴിഞ്ഞിട്ട് ആ 3 എന്നുള്ളത് എന്താണ്? 0th പൊസിഷനാണ്. അപ്പോൾ 3 കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് 1. അപ്പോൾ 1th പൊസിഷനിലാണ് എനിക്ക് പ്ലേസ്ഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൊടുത്തു. പിന്നെ കോമ, പിന്നെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ആർഗ്യുമെൻറ്റും കൂടി ഉണ്ട്. ആ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ കൗണ്ട് എന്നുള്ളതാണ്. കൗണ്ട് എന്ന് വെച്ചാൽ എത്ര എണ്ണം ഡിലീറ്റ് ചെയ്യണം. അതായത് അറേന് ശേഷം ആ ഒന്നാമത്തെ പൊസിഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഒന്നാമത്തെ പൊസിഷന് ശേഷമുള്ള എലമെൻറ്റ്സ് ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ? ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ 0 കൊടുത്താൽ മതി. അല്ല ഇനി ചെയ്യണം, ഏതെങ്കിലും ഒറ്റ വാല്യൂ പോയാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള വാല്യൂ എത്ര? റാസിക് ഫോൾസ് ഇങ്ങനെ 2 വാല്യൂ ഉണ്ട്. ആ 2 വാല്യൂം കൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒന്നും പോകേണ്ട, അതുകൊണ്ട് നമുക്ക് 0 കൊടുക്കുകയാണ്. അതായത് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ആഡ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 0 കൊടുക്കുന്നത്. എന്നിട്ട് കോമ കൊടുത്തതിന് ശേഷം എന്താണോ വാല്യൂ ആഡ് ചെയ്യേണ്ടത് ആ വാല്യൂ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇൻസേർട്ട് 1 ആൻഡ് ഇൻസേർട്ട് 2 എന്നുള്ള കോമ കൊടുത്ത് പോയാൽ മതി. അതായത് എത്രത്തോളം ആഡ് ചെയ്യണം അത്ര. ഇപ്പോൾ ഇൻസേർട്ട് 2 എന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റും? ഈ പറഞ്ഞ ഇൻസേർട്ട് ആയിട്ടുള്ള, അതായത് 1th പൊസിഷനിൽ ശേഷം, അതായത് 3 ഇൻസേർട്ട് 1 ഇൻസേർട്ട് 2 റാസിക് ഫോൾസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പോയി നോക്കാം. കണ്ടോ എന്തായിട്ടുണ്ട്? ഞാൻ പറയില്ലേ, 3 ആദ്യം പ്രിൻ്റായി, പിന്നെ ഇൻസേർട്ട് 1 ഇൻസേർട്ട് 2 റാസിക് ഫോൾസ് എന്നുള്ളത് പ്രിൻ്റായി. ഞാൻ പറയില്ലേ, ഇവിടെ അക്കൗണ്ട് എന്നുള്ളത് ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ റാസിക് ഫോൾസ് വന്നു. ഇനി ഞാൻ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. അതായത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് 0 കളഞ്ഞിട്ട് 1 കൊടുത്തിട്ട് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 1 കളഞ്ഞിട്ടുണ്ട്, ഫോൾസ് എന്നുള്ളത് അവിടെ പെൻഡിങ് ആണ്. ഇനി 2 എണ്ണം കൊടുത്താലോ എന്ത് ചെയ്യും? ആ ഫോൾസും കൂടി പോവും. ഫോൾസും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ 3 എലമെൻറ്റ്സ് നമുക്കവിടെ പ്രിൻ്റ് ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, സ്പ്ലൈസ് എന്നുള്ള കാര്യങ്ങളും പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 2 അറേ ഉണ്ട്. 2 അറേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉള്ള നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒറ്റ അറയാണ് കാണുന്നത്. എനിക്ക് 2 അറേ ഉണ്ട്. ഇനി ഞാൻ വേറെ ഒരു അറേയും കൂടി ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് അറേ 1 എന്ന് കൊടുത്തിട്ട് ഒരു അറേയും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഉള്ള സ്ട്രിങ് കൊടുക്കുകയാണ്. വെസ്ലൻ, പിന്നെ എന്ത് വെസ്ഹബ്, അതുപോലെ വെസ്ലിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? തൽക്കാലം ഇവിടെ കൊടുത്തു. ഓക്കെ, വെസ്ലിയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ 3 എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെസ്ലിൻ, വെസ്ഹബ്, വെസ്ലിയൻസ് പറഞ്ഞിട്ട്
ഇങ്ങനെ 3 അറേ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു അറയും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ 2 അറയാണ് ഉള്ളത്. ഒന്ന് അറേ എന്നുള്ളത് ARR പറഞ്ഞിട്ട് ഒരു അറയും ARR1 അറേ 1 എന്നുള്ള 2 അറേ. ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും ഒന്നിപ്പിച്ച് ഒറ്റ അറയാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് കോൺകാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഏതിലേക്കാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത്, അതായത് ഏതിലേക്കാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത്, ആ 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ARR എന്നുള്ളതിനെ ഇതിലേക്കും കോൺകാറ്റ്, അതായത് ARRലേക്ക് ഈ ARR1 എന്നുള്ള അറേനാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസെർട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ARR എന്ന് കൊടുക്കുക. ഡോട്ട് കൊടുത്തതിന് ശേഷം കോൺകാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. കോൺകാറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏത് അറേനാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്താൽ മതി. അത് ARR1 ആണ് കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ARR എന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഇത് എക്സിസ്റ്റിംഗ് അറേനെ മാറ്റം വരുത്തൂല. അത് എന്താണെന്നുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് പിന്നീടുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു വേറൊരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യുന്ന രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ റിസൾട്ട് എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ആ റിസൾട്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ അറയോ ഒക്കെ എന്ത് ചെയ്യും, ഒന്നിച്ചാവും. അതായത് ഫോർ എക്സാമ്പിൾ 0th പൊസിഷൻ 3 റാസിഖ് എന്നുള്ളത് ഒന്നാമത്തെ പൊസിഷൻ, പിന്നെ രണ്ടാമത്തെ പൊസിഷനിൽ ഫോൾസ് എന്നാണ്, പിന്നെ ഉള്ളത് ഒന്നിച്ചായി. അപ്പോൾ അതായത് ഒറ്റ അറയിലായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒറ്റ അറയിലായി. അത് 2 അറ ഒറ്റ കൂട്ടിയതിനാണ് കോൺകാറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ കോൺകാറ്റ് എന്നുള്ളത് 2 അറേനെ ഒന്നിച്ചാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കോൺകാറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാ നമുക്ക് നേരത്തെ ARR എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ ARR എന്നുള്ളത് സിംഗിൾ അറയാണ്, അതുപോലെ ARR1 എന്നുള്ളത് വേറെ ഒരു അറയാണ്. അപ്പോൾ ആ എക്സിസ്റ്റിംഗ് അറയിൽ എന്ത് ചെയ്യൂല, ഈ കോൺകാറ്റ് എന്നുള്ള മെത്തേഡ് മാറ്റം വരുത്തൂല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ നേരത്തെ പഠിച്ച പോപ്പ്, പുഷ്, ഷിഫ്റ്റ്, അൺഷിഫ്റ്റ് എക്സിസ്റ്റിംഗ് അറേ, അതായത് ഇപ്പോൾ ഉള്ള അറയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഈ കോൺകാറ്റ് എന്നുള്ള കേസിൽ അങ്ങനെയല്ല. അത് വേറെ ഒരു അറയാക്കി ക്രിയേറ്റ് ചെയ്ത് തന്നു. ആ വേറെ ഒരു അറയിൽ നമ്മൾ റിസൾട്ട് എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് ആ റിസൾട്ട് എന്നുള്ള വേരിയബിളിലാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രിൻറ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു പ്ലേലിസ്റ്റും കൂടി ഇറക്കുന്നുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു റിസൾട്ടാണ്. അതായത് ഈ പറഞ്ഞ ഈ ഒരു അറേ ഉണ്ടല്ലോ, ഇപ്പോൾ കോൺകാറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വലിയ അറയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 3 റാസിഖ് ഫോൾസ്, അതുപോലെ തന്നെ വെസ്ലിൻ, വെസ്ഹബ്, വെസ്ലിയൻ, ഇങ്ങനെ ഇത്രയും ഉള്ളത് ഒറ്റ അറയായിട്ട് നമുക്ക് ഈ റിസൾട്ടിൽ കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വെസ്ഹബ് എന്നുള്ള ഒരു എലമെൻറ്റ്, ഒരു വാല്യൂ ഏത് ഇൻഡെക്സിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 3 എന്നുള്ളത് 0 ആണ്. അപ്പോൾ 0, 1, 2, 3, 4 നാലാമത്തെ ഇൻഡെക്സിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കണക്കിട്ട് പോകണം. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലാതെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, കണ്ടെത്താൻ വേണ്ടി അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സ് ഓഫ് എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതിപ്പോൾ ഞാൻ കൺസോൾ.നുള്ളിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് ഓഫ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇൻഡെക്സ് ഓഫ് എന്ന് കൊടുക്കുമ്പോൾ എന്നിട്ട് അവിടെ ഏതാണോ വാല്യൂ അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ തന്നെ വെസ്ഹബ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കൊടുത്തു. വെസ്ഹബ് എന്നുള്ളത് ഏതാണ്, 4ാമത്തെ ഇൻഡെക്സ് ആണ്. അത് നമുക്ക് നോക്കാം. സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ 4 കണ്ടോ. അതിന് ഇൻഡെക്സ് വാല്യൂ കണ്ടെത്താൻ നമ്മൾ ഇൻഡെക്സ് ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി വെസ്ലിയൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വെസ്ലിയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യുക. പിന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ 5ാമത്തെ വാല്യൂ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അതിന് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റീജർ ആണെങ്കിൽ തന്നെ ഇൻറ്റീജർ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഇപ്പോൾ 3 എന്ന് കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിയാൽ 0th പൊസിഷനിൽ, കാരണം 0th പൊസിഷനിലാണ് 3 ഉള്ളത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടെത്താനും പറ്റും. അതിനാണ് ഇൻഡെക്സ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്കിനി ഈ പറഞ്ഞ റിസൾട്ട് എന്നുള്ള അറേ ആണല്ലോ, അതായത് വലിയ അറേ ആണ്, കോൺകാറ്റ് ചെയ്തിട്ടുള്ള വലിയ അറേയാണ്. അപ്പോൾ ആ അറേൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ, ആ എലമെൻറ്റ് ആ എക്സിസ്റ്റിംഗ് ആണോ, അതിലുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടെത്തണം. അതായത് ഇപ്പോൾ 3 റാസിഖ് ഫോൾസ്, വെസ്ലൻ, വെസ്ഹബ്, വെസ്ലിയൻസ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനുള്ളിൽ ഒരു വാല്യൂ എക്സിസ്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതിന് വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇൻഡെക്സ് ഉണ്ടോ. ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ ഇൻഡെക്സ് വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കും.
ഇനി നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അറേയിൽ എക്സിസ്റ്റിംഗ് ആണോ എലമെൻറ്റ് എക്സിസ്റ്റിംഗ് ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ഫോൾസ് എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അത് നമുക്ക് കണ്ടെത്താം. അതിനുവേണ്ടി നമ്മൾ ഇൻക്ലൂഡ്സ് എന്നുള്ള ഇവിടെ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് റിസൾട്ട് ഡോട്ട് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇൻക്ലൂഡ്സ് കൊടുത്തതിന് ശേഷം അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ഇല്ലാത്തൊരു വാല്യൂ ഞാൻ കൊടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് ഒരു ഇല്ലാത്ത വാല്യൂ ആണ്. ആ വാല്യൂ കൊടുത്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഫോൾസ് എന്നുള്ളത് കണ്ടു. കാരണം അറയിലില്ല, അതുകൊണ്ടാണ് ഫോൾസ് വന്നത്. ഇപ്പം ഇനി അറയിലുള്ള ഒരു കാര്യം ഞാൻ കൊടുക്കുകയാണ്. വെസ്ൽ എന്നുള്ളത് ഉള്ളതാണ്. അപ്പോൾ വെസ്ൽ എന്നുള്ളത് കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ ട്രൂ എന്നുള്ള വാല്യൂ നമുക്കവിടെ പ്രിൻ്റ് ചെയ്ത് കാണും. കാരണം എന്താ, അറയിലുണ്ട് ഉള്ള വാല്യൂ. അപ്പോൾ മനസ്സിലാവും, അറയിലൊരു എലമെൻറ്റ് എക്സിസ്റ്റിംഗ് ആണോ ഇല്ലേ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇൻക്ലൂഡ്സ് ഉപയോഗിക്കുക. ഓക്കെ, ആ മെത്തേഡ്. ഇപ്പോൾ ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഞാൻ പറഞ്ഞില്ല. അറയിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് അറയിലുണ്ട്. അപ്പോൾ അറയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ കാര്യങ്ങൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോർ ലൂപ്പ് ഇട്ട് പിന്നെ കുറേ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നു. പക്ഷേ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഇത്രയും അറേ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ജാവയിൽ പറഞ്ഞ ജാവ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ബേസിക് കോഡിങ് നമുക്ക് കിട്ടി. അതായത് ഫോർ ലൂപ്പ് വെച്ചിട്ടും ഒരു അറേ എങ്ങനെ ചെയ്യുക, അറയിൽ എങ്ങനെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളോ അറേൻ്റെ എലമെൻറ്റ്സ് വെച്ച് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇവിടെ വരുമ്പോൾ കണ്ടോ ഒന്നും കൂടി നമുക്ക് എളുപ്പമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജാവ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ലാംഗ്വേജും നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ജാവ പഠിച്ചിട്ടാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയൊരു കിട്ടലായിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും ഹാർഡില്ലല്ലോ, ഇത് കുറച്ച് എളുപ്പമാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ജാവ ടഫെന്ന് തുടങ്ങാം. ടഫായി തുടങ്ങുമ്പോൾ പിന്നെ ഹാർഡായി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് സിമ്പിളായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അതായത് പല മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഒന്ന് നോക്കുക. നോക്കിയിട്ട് അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതല്ലാത്ത കുറച്ച് അറേസ് നിങ്ങൾ തന്നെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക. പലപ്പോഴും നല്ല എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അത്ര എറർ വരാൻ സാധ്യതയില്ല. സിൻടാക്സ് എറർ ഒന്ന് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടാസ്ക് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിൽ എല്ലാവരും ചെയ്തില്ല എന്നൊന്നും, അത് സ്ഥിരമായി കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ താല്പര്യമുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കീപ്പായിട്ട് വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് പറയണം. എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.